ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെഡ് ടു ഹെഡിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ കാണിക്കുന്നത് ജിന്നിൻ്റെ അമ്മ മരിച്ചു പോയിരിക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ ജിന്നി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ജയയുടെ അമ്മയും അച്ഛനൊക്കെ വന്നാലും സമാധാനിപ്പിക്കുന്നുണ്ട്. ജിന്നിൻ്റെ അച്ഛനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുറത്ത് ജയയും പിന്നെ അവരെ ഫ്രണ്ട്സും എല്ലാവരും നിൽക്കുന്നുണ്ട്. ജിന്നിനെ എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി എടുക്കണം, നമ്മുടെ ഗ്രാജുവേഷനൊക്കെ ആവാറാകുമല്ലേ എന്ന് അവർ പരസ്പരം പറയുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ജിന്നി ഇപ്പോൾ തനിച്ചായതുകൊണ്ട് തന്നെ ജിന്നിനെ ഫുഡ് കഴിക്കാനായിട്ട് ജയാണെങ്കിൽ ജിന്നിൻ്റെ വീട്ടിലേക്ക് ചെന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ നോ റെസ്പോൺസ്. അതുകൊണ്ട് തന്നെ ജിന്നിനെ അന്വേഷിച്ച് അവൻ വീടിനകത്ത് കയറി പോവാണ്. അവിടെ നിന്ന് അവന് സ്റ്റിക്കി നോട്ട് കിട്ടുന്നുണ്ട്. അതിൽ ജിന്നാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, എന്നെ അന്വേഷിച്ച് വരണ്ട, ഒരു ടൈം ആകുമ്പോൾ ഞാൻ തിരിച്ചു വന്നോളാം പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ വായിച്ചിട്ട് ജയാണെങ്കിൽ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ജയ്ക്ക് ബോധം വരുന്നത്. ജയ്ക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിനെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ബോധം ഇല്ലാതെ കിടന്ന ടൈമിന് അവൻ എപ്പോഴും ഈ ഫ്യൂച്ചർ കാണാൻ പറ്റുന്ന പോലെ കണ്ട ഒരു ഫ്യൂച്ചറായിരുന്നു അത്. അങ്ങനെ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ജിന്നാണെങ്കിൽ അവിടെ നിന്ന് പൊയ്ക്കളയുമോ എന്ന് ഓർത്തിങ്ങനെ ടെൻഷനായിട്ട് അവൻ്റെ അമ്മയൊക്കെ അവിടെ ഇരിക്കുന്ന പോലും നോക്കാതെ അവൻ ജിന്നിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിഷമിക്കുകയും ചെയ്യാണ്. ജിന്നപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയം ജിന്നിൻ്റെ അമ്മയും ജയുടെ അമ്മയും കൂടെ ഇട്ട് നിനക്ക് എന്താ പറ്റുന്നത്, ഓക്കെ അല്ലേ, നമ്മളാണെങ്കിൽ നിന്നെ ഇടിച്ച വണ്ടി ഏതാണെന്ന് അന്വേഷിക്കാനൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്, പേടിക്കേണ്ട, പെട്ടെന്ന് നോക്കിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചേക്കും ജിന്നാണെങ്കിൽ നിങ്ങളെന്നാൽ പൊക്കോ, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് രണ്ടുപേരും അമ്മമാരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് അവൻ തിരിച്ച് ജയിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ജയ ഇപ്പോൾ തനിക്ക് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തരാൻ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടിരിക്കുന്ന ടൈമിൽ ജിന്നാണെങ്കിൽ നീയാണെങ്കിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് പുറത്ത് എവിടെ പോയിരുന്നു, സത്യം പറയാം എന്തായിരുന്നു പരിപാടി, ഞാനെല്ലാം അറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ ജയാണെങ്കിൽ അവൻ കണ്ട സ്വപ്നത്തിനെ പറ്റി ഒന്നും തുറന്നു പറയുന്നില്ല. അത് പിന്നെ എന്ത് പറഞ്ഞെന്തെങ്കിലും അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ടൈമിൽ അവനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ഫാമും വാനും കൂടെ ആയിട്ട് വരുന്നുണ്ട്. വന്നോടനെ തന്നെ വാനാണെങ്കിൽ അളിയാന്ന് വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഫാമാണെങ്കിൽ ഇവർക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാം ജിന്നിൻ്റെ അടുത്ത് നമുക്കത് പുറത്തുപോയി വാങ്ങിച്ചിട്ട് വന്നാലെന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ജയ സമയം അയ്യോ വാനിൻ്റെ കൂടെ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവില്ല, ഇവ എന്നെ വല്ലതും ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാം വാനിൻ്റെ അടുത്ത് അടങ്ങിയിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നുമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഫാമും ജിന്നും തിരിച്ച് വരുന്ന ടൈമിൽ ഫാം ജിന്നിൻ്റെ അടുത്ത് ജയാണെങ്കിൽ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, ശരിക്കും ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇന്നലെ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജിന്ന അപ്പം പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല, ഇനിയിപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്ത് എന്നെ രക്ഷിക്കാൻ നോക്കുന്നതുകൊണ്ടായിരിക്കും അവൻ അപകടം പറ്റുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇനി ഞാൻ കാരണം ഇങ്ങനെയൊക്കെ അവന് സംഭവിക്കുമെന്ന് ഓർത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടെന്നും പറയുന്നുണ്ട്. ആ സമയം ഫാമാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, നീ അതൊന്നും ഓർത്ത് വിഷമിക്കില്ല, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാനും ഫാമും പോകുന്നുണ്ട്. ആ സമയം ജിന്ന് ജയിൻ്റെ അടുത്ത് ശരിയാണെന്ന് നന്നായിട്ട് ഉറങ്ങിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ നിനക്ക് എന്നെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല ഇല്ല അത്ര ടെൻഷനൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ജയാണെങ്കിൽ ഞാൻ ആക്ച്വലി നിൻ്റെ അമ്മയുടെ കടയിൽ കുറച്ച് സംഭവങ്ങൾ എടുക്കാനായിട്ട് പോയതായിരുന്നു, തിരിച്ചു വരുന്ന വഴിക്കാണ് എന്നെ വണ്ടി ഇടിച്ചത്, പിന്നെ ഞാൻ കണ്ണുറക്കുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലായിരിക്കുന്നതാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ജിന്നിനെ ഹഗ് ചെയ്യുകയാണ്. ജിന്നപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും അത് പിന്നെ എനിക്കിതിനെ ഹഗ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഹഗ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ശരിക്കും നിന്നെ എങ്ങനെ ആ ഒരു വണ്ടി ഇടിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ അവരുണ്ടായ ആക്സിഡൻറ്റിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവനൊന്നും തന്നെ പറയാതെ ചിന്തിച്ചങ്ങിരിക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ജിന്നാണെങ്കിൽ എന്ത് പറ്റി, തന്നെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ജയപ്പോ ഒന്നുമില്ല, എനിക്ക് ജസ്റ്റ് തന്നെ ഇങ്ങനെ ഹഗ് ചെയ്തിരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് വാനിനെയും ഫാമിനെയും കാണിക്കുകയാണെങ്കിൽ തിരിച്ചപ്പോൾ വീട്ടിലെത്തിയിട്ട് ഫാമാണെങ്കിൽ ബാൽക്കണിയിൽ നിന്നിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ ടൈമിൽ അങ്ങോട്ടേക്ക് വാൻ ചെല്ലുന്നുണ്ട്. വാനപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് എന്താ പറ്റിയ, എന്തെങ്കിലും മനസ്സിൽ ചിന്ത വല്ലതും ഉണ്ടോ, നീ ഇത്രയും സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാമാണെങ്കിൽ ഞാൻ അങ്ങനെ സ്മോക്ക് ചെയ്യാറൊന്നുമില്ല, ഇപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ഫോൺ സംസാരിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്നതാണ്, അപ്പോൾ ഒരു പാക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ സമയം അച്ഛനുമായിട്ട് എന്താ സംസാരിച്ചത്, നീ ഒരിക്കൽ പോലും നിൻ്റെ ഫാമിലിനെ പറ്റി ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാമാണെങ്കിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ ശരിക്കും നീ ഒരു റിച്ച് ബോയ് വൈബ് തന്നെയാണ്, നീയാണെങ്കിൽ റിച്ചാണ്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടാണ്, പിന്നെ ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, നീയാണെങ്കിൽ എന്തെങ്കിലും ഓപ്പണായിട്ട് തുറന്ന് പറയത്തില്ല, എന്നെ കാണുമ്പോൾ തന്നെ എവിടെയോ എന്തോ ഒരു അപാകതയൊക്കെ തോന്നുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഫാമാണെങ്കിൽ വാനിൻ്റെ അടുത്ത് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കാണെങ്കിൽ എൻ്റെ ഇൻട്രോവേർട്ടിസം മാറ്റാനായിട്ട് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇടാമെന്ന് പറഞ്ഞിട്ട് വാനിൻ്റെ കൈയും പിടിച്ചിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ അവൻ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. അതിന് പെട്ടെന്ന് വാന് കൈ മാറ്റി കളയാനായിട്ട് നോക്കുന്നുണ്ട്. അതിന് കാരണം അവൻ്റെ കയ്യിൽ ചെറിയൊരു അലർജി പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പെട്ടെന്ന് ഫാം ശ്രദ്ധിക്കുന്നുണ്ട്. ഫാം എത്തിയിട്ട് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം വീണ്ടും ജിന്നിനെയും ജയനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ ജിന്നാണെങ്കിൽ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ജയാണെങ്കിൽ ഇല്ല പോകണ്ട, ഞാനിവിടെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ നിൽക്കത്തില്ല, നീ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. ജിന്ന ടൈമിന് അങ്ങനെ ഓക്കെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ജയാണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് തൻ്റെ ഡയറിയും കൂടെ കൊണ്ടുവരണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും വാനിനെയും ഫാമിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ ഫാം ചോദിച്ചതിന് വാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഫാം സ്മോക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണല്ലോ വാൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നത്, ഇവനാണെങ്കിൽ സ്മോക്കിങ്ങിനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും റാഷസ് പോലെ വരും, അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് വന്നൊരു അലർജി ആയിരുന്നു ഇത്, ഫാമിനത് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാം സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വാനിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ബാറിലൊക്കെ പോകുന്ന ടൈമിൽ എന്താ ചെയ്യാറെന്ന്. ആ സമയം ഞാൻ നേരത്തെ മരുന്ന് കഴിച്ചിട്ടാണ് പോകാറെന്ന് പറയുമ്പോഴത്തേക്കും നീയാണെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് ഡ്രിങ്ക് ചെയ്യുമോ, നിനക്ക് അതുപോലും കറക്റ്റ് അറിയത്തില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല,
പൊട്ടനല്ലെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനപ്പോൾ അയ്യോ ഞാൻ അത്രയും പൊട്ടനൊന്നുമല്ല, നീ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ബുദ്ധി ഇല്ലാന്ന് തോന്നിപ്പോകുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാം ഇനി നിന്നെക്കുറിച്ച് ഞാൻ അറിയാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ ബോയ് ഫ്രണ്ട്സ് ആണ് പക്ഷേ റിലേഷൻഷിപ്പില്ല, ഞാൻ കാരണം നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കണമല്ലോ, നമ്മളിപ്പോൾ ഒരുമിച്ചിട്ടും നിനക്കത് കാരണം ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിലാവാതിരിക്കുന്നതിൽ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. വാനപ്പോൾ അയ്യോ അത്രയും നീ ചിന്തിച്ച് കൂട്ടല്ലേ, അങ്ങനെയൊന്നും ഇല്ല, യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത് വീണ്ടും ജിന്നിനെ കാണിക്കുമ്പോൾ ജിന്നിപ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജയയ്ക്ക് അവൻ്റെ ഡയറിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ജയ അപ്പോൾ നീ ഇത് കൊണ്ടുവരുന്ന ടൈമിൽ നീ ഇതെല്ലാം തുറന്നു നോക്കിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ തുറന്നു നോക്കിയില്ല, എനിക്ക് അതിനകത്ത് കാണാൻ മാത്രം അതിന് എന്താ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതുപോലെ ഞാൻ ലവ് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിക്കുമ്പോൾ നീ ബ്ലഷ് ആവുമെന്ന് ഇങ്ങനെ തിരിച്ച് ജയ പറയുന്നുണ്ട്. ജിന്നപ്പോൾ പോടാ എണീറ്റെന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് അവനോട് സോഫയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ സമയം ജയ അവൻ ആ ഡയറിയിൽ വരച്ച ആ ഒരു കാർ ഇടിക്കുന്നതിൻ്റെ ആ ഒരു പിക്ചറെല്ലാം നോക്കുന്നുണ്ട്. അടുത്ത ദിവസം തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് ആയിട്ട്. അവനങ്ങനെ ആ ഒരു പിക്ചറെല്ലാം കീറിയിട്ട് അവൻ്റെ റൂമിലെ ചുമരിലിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കണ്ട ഫ്യൂച്ചറിൽ ജിന്നിൻ്റെ അമ്മ മരിച്ചു പോയതിനു ശേഷം ജിന്നും അവിടെ വിട്ട് പോയ കാര്യം ഒക്കെ അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടും ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ തീരുമാനിക്കുന്നുണ്ട്, അതായത് കണ്ട ഫ്യൂച്ചർ വെച്ചിട്ട് ഗ്രാജുവേഷൻ നടക്കുന്നതിന് കുറച്ച് മുന്നേ ഇതൊക്കെ നടക്കുന്നത്, അതായത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ 2 വർഷത്തിനുള്ളിൽ ഇതൊക്കെ നടക്കും. അപ്പോൾ അത് ചിന്തിച്ചിട്ട് ജയാണെങ്കിൽ അതെല്ലാം ഞാൻ ചെയ്യും, ഒരിക്കലും തന്നെ അങ്ങനെ നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതേസമയം ജിന്നിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ അവൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. ആ സമയം അവൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ വിചാരിച്ചു നീ ഇവിടെ വരാതെ നേരെ ജയുടെ കൂടെ നിൽക്കുമായിരിക്കും, നീ അവിടെയാണെന്നാണ് ഞാൻ കരുതിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നി ഞാനെന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ക്ലോസ് അല്ലേ എന്ന് അമ്മ പറയുന്നുണ്ട്. ആ സമയം ജിന്നോ പിന്നെ അവന് കയ്യും കാലം ഉണ്ടല്ലോ, അവൻ്റെ വരെയൊക്കെ അവൻ നോക്കിക്കോളും, ഞാൻ നോക്കേണ്ട ആവശ്യമില്ലാന്ന് ഇവൻ പറയുന്നുണ്ട്. അമ്മ എപ്പോഴും മര്യാദയ്ക്ക് സംസാരിക്കട്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം ടി വിയിൽ ഇവൻ്റെ അച്ഛൻ്റെ ബിസിനസ്സും അച്ഛൻ കൊടുത്ത കുറച്ച് ഡൊണേഷൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ന്യൂസായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഇവന് തീരെ പിടിക്കുന്നില്ല. ആ സമയം അമ്മയാണെങ്കിൽ അച്ഛൻ തിരിച്ചു വന്നൊന്നും ഇടയ്ക്കിടെ തന്നെ ഒന്ന് കാണാറുണ്ടെന്നുള്ള കാര്യമല്ല അതിനെ തുറന്ന് പറയാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ജിന്നാണെങ്കിൽ ഒന്ന് സംസാരിക്കുന്ന നിർത്തോ, അയാൾ ആരാന്ന് പോലും എനിക്കറിയത്തില്ല, അയാൾ തന്നെയാണ് പറഞ്ഞ് ഞാൻ അയാളെ മോനല്ല, നീ കുഞ്ഞായിരുന്നെങ്കിൽ പോലും അയാൾ പറഞ്ഞ ഓരോ വാക്കും എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ അമ്മയല്ലേ എന്നെ ഇത്രയും കാലം വളർത്തിയത്, പിന്നെ അമ്മ മാത്രമേ എനിക്ക് പാരൻ്റായിട്ട് മതി എന്ന് പറയുന്നുണ്ട്. അമ്മ എന്നാൽ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ആ സമയം നമ്മൾ ആ ഒരു നടന്ന ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ അന്ന് കണ്ട ഒരു ഫ്ലാഷ് ബാക്ക് തന്നെയാണ്. അവൻ്റെ അച്ഛനാണെങ്കിൽ അമ്മയുടെ അടുത്ത് ബായ് പറഞ്ഞ് പോകാനായി നിൽക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അച്ഛനെന്ന് പറഞ്ഞ് വന്ന് ഹഗ് ചെയ്യുമ്പോൾ അവൻ്റെ അച്ഛൻ ഞാൻ നിൻ്റെ അച്ഛനല്ല മോനെ, ഞാൻ നിൻ്റെ അങ്കിളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് ജിന്നാണെങ്കിൽ എനിക്ക് അയാൾ അച്ഛനായിട്ട് വേണ്ടാന്നിങ്ങനെ പറയുമ്പോൾ അമ്മയാണെങ്കിൽ ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് എന്താണ് നടന്നതെന്നൊക്കെ പറയാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ വേണ്ട അമ്മ, എനിക്ക് അയാളെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല, എനിക്കാണെങ്കിൽ അമ്മ മാത്രം മതി, അയാളില്ലെങ്കിലും അമ്മ എന്നെ ഇതിനെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വന്നില്ല, പിന്നെ എനിക്ക് അമ്മ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ജിന്ന് റൂമിൽ ഇരിക്കുന്ന ടൈമിൽ ജയാണെങ്കിൽ അവൻ്റെ വീട്ടിലെ ബാൽക്കണിയിൽ നിന്നിട്ട് ടോർച്ചൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഇങ്ങോട്ടേക്ക് വരാനാണ് മനസ്സിലായിട്ട് ജിന്നാണെങ്കിൽ വിളിക്കുന്നുണ്ട്. ജയയും ജിന്നും കൂടെ ഒരുമിച്ച് ജിന്നിൻ്റെ റൂമിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ജിന്നാണെങ്കിൽ നിനക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറയുന്നത് എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ നോക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജയ അപ്പോൾ അതിനിപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ബെഡിൽ കയറി കിടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന ടൈമിൽ ജിന്ന് ഒരുമാതിരി ഇരിക്കുന്ന കണ്ടിട്ട് ജയാണെങ്കിൽ നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്ന് ഇതേപോലെ അച്ഛനെ പറ്റി അമ്മ സംസാരിക്കുന്നുണ്ട്, അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജയ ഓൾറെഡി ഫ്യൂച്ചർ കണ്ടതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ജിന്നിൻ്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ട് നീയാണെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ ഭാഗത്തൊന്നും കൂടെ കേട്ട് നോക്ക്, അയാളെന്നൊരു നല്ല ആക്ടർ ആയിരുന്നില്ലേ, ആ ടൈമിന് ഒരു വൈഫിനെയും കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് ഡീൽ ചെയ്യാനായിട്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും, നീയാണെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ ഭാഗത്തൊന്നും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്ക്, അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് കേട്ട് നോക്ക്, ഇത്രയും വർഷമായില്ലേ, തിരിച്ചു വരുമ്പോൾ നീ ഒന്ന് ക്ഷമിച്ച് നോക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ നീ എൻ്റെ അച്ഛൻ്റെ സൈഡ് പിടിക്കുന്നുണ്ടല്ലോ, സത്യം പറയാം നീയാണെങ്കിൽ എൻ്റെ അച്ഛൻ തിരിച്ചു വരുന്നല്ലോ സ്വപ്നം എല്ലാം കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെയ്യാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, വാ നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നപ്പോൾ നീ ഇപ്പോൾ കാണുന്ന സ്വപ്നത്തിനെ പറ്റിയൊന്നും നീ പറയാറില്ലല്ലോ, അതെന്താന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ജയ അപ്പോൾ അത് ഞാൻ സ്വപ്നമൊന്നും കാണാറില്ല, നീയാണെങ്കിൽ ആ ഒരു സ്ലീപ്പിംഗ് പിൽസൊക്കെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വാങ്ങിപ്പിച്ചില്ല, അത് ഞാൻ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെയാണ് ഉറങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. അവനെ സ്ലീപ്പിംഗ് പിൽസ് ഇറങ്ങി കളഞ്ഞതോ ഒന്നും തന്നെ അവൻ ജിന്നിനോട് തുറന്ന് പറയുന്നില്ല. ജിന്നും അപ്പോൾ അത് വിശ്വസിച്ചിട്ട് ആ ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ജയ അപ്പോൾ ഞാൻ ഇപ്പോഴും കൂടെ കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നത്, നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം കോളേജിൽ ജയാണെങ്കിൽ പഴയതുപോലെ പോയി തുടങ്ങുന്നതാണ്. അപ്പോൾ അവനെ കാണുമ്പോൾ വാനാണെങ്കിൽ നിൻ്റെ വണ്ടി ഇടിച്ചിട്ട് പോലും പുല്ലുപോലെ വന്നിരിക്കുന്നു നോക്കിക്കേന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതിനെന്നെ വലുതായിട്ടൊന്നും ഇടിച്ചില്ല, ജസ്റ്റ് ഒന്ന് തട്ടിയതേ ഉള്ളൂ എന്ന് തിരിച്ച് ജയ പറയുന്നുണ്ട്. ആ സമയം കുറച്ച് പിള്ളേർ അങ്ങോട്ടേക്ക് വന്നിട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയർ പിള്ളേർക്ക് അവരുടെ മോഡലായിട്ട് ഇരിക്കാനായിട്ട് ഒരാൾ ആവശ്യമുണ്ട്, നിങ്ങൾ 4 പേരിലും ആരെങ്കിലും ഒന്ന് വരാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ജിന്നും ജയും ഫാമും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ആ ഏത് കുട്ടിക്കാണ് വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് നീനയ്ക്കും അവളുടെ ഫ്രണ്ട്സിനും ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ആ ഓക്കെ ഞാൻ വരാം, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. നീനയുടെ കയ്യിൽ ഓൾറെഡി എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, അവളോട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ പറയാം, അതിൻ്റെ അത് ഡീറ്റെയിൽസ് എല്ലാം ഇടാൻ പറഞ്ഞാൽ മതി നീന ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ പിള്ളേരും ആ ഓക്കെ എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് കോളേജിൽ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ടൈമിൽ ഞാനാണെങ്കിൽ നീനയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പം തന്നെ
തന്നെ അവനാണെങ്കിൽ ഓക്കെ മുകളിലായിട്ടിരിക്കുക അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ മീറ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവനങ്ങനെ ഇവരെടുത്ത കാര്യം പറഞ്ഞിട്ട് താൻ പോവുകയാണെന്ന് പറയാൻ നിൽക്കുമ്പോഴത്തേക്ക് ഫാമിന് ആ ഒരു പെങ്കൊച്ചിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഫുള്ള് ജലസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോൾ ഫാമാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ വാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അവൾ ഫുഡൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു, ഞാൻ കഴിച്ചിട്ട് വന്നോളാം നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഫാമിനെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ പിന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്കും വാൻ തിരിച്ചു വരാത്തതുകൊണ്ട് തന്നെ ഫാമാണെങ്കിൽ വാനിന് മെസ്സേജ് എടുത്തിട്ടുണ്ട് ഞാൻ നിന്നെ ഒന്ന് പിക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ റിപ്ലൈ ഒന്നുമില്ല. അങ്ങനെ ഇവൻ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. ഇവൻ സ്മോക്ക് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ സ്മോക്ക് ചെയ്യുന്നില്ല, ആ ഒരു സിഗരറ്റ് മാറ്റി വയ്ക്കുകയാണ്. അടുത്ത് ജെയിനെയും ജിന്നിനെയും കാണിക്കുകയാണെങ്കിൽ ആ ഒരു ആക്സിഡൻറ്റ് പറ്റി അവൻ്റെ നെറ്റി മുറിങ്ങുന്നുള്ള റീസൺ കൊണ്ട് തന്നെ ജയാണെങ്കിൽ ഇപ്പോൾ ജിന്നിൻ്റെ അടുത്ത് തന്നെ കുളിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ജിന്നാണെങ്കിൽ ജയിനെ ഇരുന്ന് ഇങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് നിനക്ക് നാളെ ഇല്ലടച്ചൊക്കെ എന്നെ കൊണ്ട് ഇങ്ങനെ കുളിപ്പിക്കാനായിട്ട് നിന്നെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം ജയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പബ്ലിക് ആക്കണ്ടേ, എല്ലാവരും അറിയിക്കണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ നീ ഓൾറെഡി നമ്മൾ ഒരുമിച്ചുള്ളൊരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തല്ലോ, അപ്പോൾ തന്നെ ആൾക്കാർക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ എന്ന് പറയുന്നുണ്ട്. ജയ ഇപ്പോൾ ഞാൻ നമ്മുടെ പാരൻസിൻ്റെ കാര്യം ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ ജിന്നാണെങ്കിൽ എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് നാണക്കേട് തോന്നുന്നു, ഇത്രയും വർഷം അടി ഉണ്ടായിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ സെറ്റായി എന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മയും എൻ്റെ അമ്മയും നമ്മളെ കളിയാക്കി ചിരിക്കത്തില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കോളേജിൽ വാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഫാമും ജെയും ജിന്നും കൂടെ ആയിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജിന്ന് ഫാമിൻ്റെ അടുത്ത് വാൻ ഇന്ന് വരത്തില്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാം അപ്പോൾ അതെനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളിപ്പോൾ ഒരുമിച്ചല്ലേ താമസിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാം ഇപ്പോൾ ഇന്നലെ രാത്രി അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് പെട്ടെന്ന് വാനാണെങ്കിൽ ഓടിപ്പടിച്ച ക്ലാസ്സിലേക്ക് എത്തി വന്നിരിക്കുന്നുണ്ട്. ഫാമിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഫാമിന് തൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ടെന്ന് വാനിന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതേസമയം തന്നെ ജിന്ന് അല്ല ഇന്നലെ രാത്രി നീ വീട്ടിൽ വന്നില്ലെന്ന് പറയും, അതിന് മാത്രം മോഡലിങ് എന്തോന്നായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നീനായിട്ട് അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു മോഡലിങ് കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി, ഫുഡ് കഴിക്കാൻ പോയി റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീടുണ്ടായിരുന്നു, അവിടെയാണ് സ്റ്റേ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ ഫാമാണെങ്കിൽ ദേഷ്യത്തിൽ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. വാനും പുറകെ പോയിട്ട് ഫാമിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പറഞ്ഞ സെയിം കാര്യങ്ങൾ അതേപോലെ പറയുന്നുണ്ട്. നീ എന്ത് വേണം ചോദിച്ചു, സത്യമായിട്ട് ഞാനാണെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാമാണെങ്കിൽ ശരിക്കും നിനക്ക് ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വാനപ്പോൾ ഉണ്ട്, എനിക്ക് തന്നെ ഇഷ്ടമാണ്, ഞാൻ തന്നെയല്ലേ നിൻ്റെ അടുത്ത് ആദ്യം അങ്ങോട്ടേക്ക് ചോദിച്ചെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നമ്മൾ ഇപ്പോഴേ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫ്രണ്ട്സായിട്ടിരിക്കാൻ പറ്റുമല്ലോ അല്ലേ, എനിക്കാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് തോന്നുന്നത്, നീ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ട് ഫാം പുറത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയം വാന് അവനെ ഹഗ് ചെയ്തിട്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ നീയുമായിട്ട് ബ്രേക്കപ്പ് ആവത്തില്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട് ജിന്നും ജയും കൂടെ ആയിട്ട് ജിന്നിൻ്റെ അമ്മയുടെ കടയിലേക്ക് വരുന്നതാണ്. വരുന്ന ടൈമിന് നോക്കുമ്പോഴത്തേക്കും ജിന്നിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടപ്പോൾ ഇട്ടിരുന്ന പോലത്തെ ഒരു കോട്ട് അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവൻ്റെ അമ്മയാണെങ്കിൽ നോക്കണ്ട നിൻ്റെ അച്ഛൻ്റെ ആ ഒരു കോട്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട്. പിന്നപ്പോൾ അതെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അതിൻ്റെ അച്ഛൻ്റെ സെക്രട്ടറി ഇത് നേരെയാക്കാനായിട്ട് നമ്മുടെ കടയിലാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നെ ഇതിപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതിപ്പോൾ മൂന്നാമത്തെ കോട്ടാണ് ശരിയാക്കാനായിട്ട് നിൻ്റെ അച്ഛൻ്റെ സെക്രട്ടറി എനിക്ക് കൊണ്ട് തന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഇതെന്ത് കഷ്ടമാണ്, അവരെന്താണ് ഇങ്ങനെയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അമ്മയാണെങ്കിൽ നീയാണെങ്കിൽ നിൻ്റെ അച്ഛനെ ഒരു കസ്റ്റമറായിട്ട് കണക്കാക്കിയാൽ മതി, വേറെ നിന്ന് ചിന്തിച്ച് കൂട്ടണ്ട, അതെ വേറൊരു കസ്റ്റമർ വരുന്നത്, നിങ്ങൾ മേളിൽ നിൻ്റെ റൂമിലേക്ക് പോയിരിക്കും, ഞാനാണെങ്കിൽ കസ്റ്റമറിനെ ഡീൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വന്ന കസ്റ്റമറുമായിട്ട് സംസാരിക്കാനായിട്ട് അമ്മ പോകുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഒരു മേളിൽ ഇവരുടെ റൂമിലേക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്കും ജിന്ന് ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. ജയാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ അതെന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ നീ ഇപ്പോൾ ഒരുമാതിരിയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എങ്ങനെയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ അവൻ തിരിച്ച് ചോദിക്കുകയാണ്. ആ സമയം അവൻ നോക്കുമ്പോഴത്തേക്കും സ്റ്റിച്ചിങ്ങിന് ചെയ്യാനായിട്ട് അവൻ്റെ സിസേഴ്സ് അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ആ സമയം ആ താഴെ കാണും ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. പുറകെ ജിന്നും ഇറങ്ങി പോകുന്നുണ്ട്. ജയാണെങ്കിൽ ഇറങ്ങി പോകുന്ന ടൈമിൽ കാണുന്നത് ജിന്നിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജിന്ന് കാണുന്നതിന് മുമ്പേ ജിന്നിൻ്റെ അച്ഛനെ ജിന്നിൻ്റെ അമ്മ പറഞ്ഞു വിടാനായിട്ട് നോക്കുന്നതാണ്. കറക്റ്റ് ടൈമിൽ ജിന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജിന്നിൻ്റെ അച്ഛനെ അവൻ കാണുന്നുള്ള സിറ്റുവേഷൻ ആവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജയാണെങ്കിൽ ജിന്നിനെ പിടിച്ച് കിസ് ചെയ്യുകയാണ്. എന്നിട്ട് അവനെ കൊണ്ട് വീണ്ടും ആ ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നിൻ്റെ മൂഡ് എങ്ങനെ ഓക്കെ ആക്കണമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവനെ വീണ്ടും കിസ് ചെയ്യുന്നുണ്ട്. ജിന്നും തിരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ബൈ.